ഗുഡ് മോർണിംഗ്. അപ്പോൾ യഥാർത്ഥമായ ആരാധന എന്താണെന്ന് തിരിച്ചറിയണം. ഞാനല്ലേ നമുക്ക് ചില വർഷിപ്പ് കൂടുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഓർക്കും ദൈവസ്നേഹം, നമുക്ക് വലിയ സന്തോഷം തോന്നുമ്പോൾ നമ്മൾ ഓർക്കും ഇതാണ് യഥാർത്ഥമായ ദൈവസ്നേഹം. ഞാൻ പറഞ്ഞില്ലേ, പുറത്തുള്ള ദേവാസന്മാരുടെ അവിടുത്തെ വർഷിപ്പ്, അവരുടെ മിനിസ്ട്രി കഴിയുമ്പോൾ നമുക്ക് ഉള്ളിൽ വലിയ സന്തോഷം തോന്നും. നമ്മൾ ഓർക്കും ഇതാ ദൈവസ്നേഹം. ദൈവസ്നേഹമാണെങ്കിലുണ്ടല്ലോ ഉറപ്പായിട്ടും അവിടെ മാനസാന്തരം ഉണ്ടാവും. മാനസാന്തരമില്ലാതെ, മാറ്റമില്ലാതെ നമ്മൾ വെറും ആ ഒരു വികാര തള്ളലിൽ നിറയുക. എന്നിട്ട് നമ്മൾ ഓർക്കുകയാണ് ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് ഓർത്ത് കഴിഞ്ഞാൽ അത് ഫേക്കാണ്, വ്യാജം. കാരണം കർത്താവിൻ്റെ സ്നേഹം ഉള്ളി വരുമ്പോൾ നമുക്ക് മാനസാന്തരം ഉണ്ടാവും, ഉറപ്പാണ്. കാരണം അല്ലാതെ നമുക്ക് ഇങ്ങനെ കർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്നത്? എന്നെ സ്നേഹിക്കുന്നവൻ എന്നെ അനുസരിക്കുന്നു. കർത്താവിനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ അവിടെ ഒരു അനുസരണം ഉണ്ടാകണം. അബ്രഹാം എങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പ്രൂവ് ചെയ്തത്? ദൈവത്തെ അനുസരിച്ചു. എന്താ അനുസരിച്ചത്? ഏറ്റവും വലിയേറിയത് വിട്ടു, ഏറ്റവും വലിയേറിയത്. അപ്പോൾ ഗുണമുണ്ടായില്ല, ദൈവം അപ്രൂവ് ചെയ്യും. അപ്പം ദൈവസ്നേഹത്തിന് നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം വരാനും നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനും തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മുടെ പാപമാണ്. കാരണം കർത്താവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. കർത്താവിന് ഇഷ്ടമില്ലാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് നമ്മുടെ പിള്ളേർക്ക് സന്തോഷമാണ്. പിന്നെ പല മാതാപിതാക്കളും അവസാനം നിവൃത്തിയില്ലാതെ മക്കളുടെ പല നിർബന്ധത്തിനും അവർക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും, പ്രത്യേകിച്ച് വിവാഹം പോലുള്ള കാര്യങ്ങൾ, അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് സമ്മതിക്കുമ്പം അവരവസാനം പറയുന്ന ഒരു വാക്കാണ് പിള്ളേരുടെ സന്തോഷം. അപ്പോൾ ഹൃദയത്തിൽ വേദനയോടെ പറയുന്നത്. അത് ഈ പിള്ളേർക്കത് മനസ്സിലാകുകയില്ല. പിള്ളേരുണ്ട്, അവർക്ക് ഇവരാണ് ഏറ്റവും നല്ല പേരൻസ്, എൻ്റെ ഒരു ഇഷ്ടത്തിനും അവരെതിരെ നിൽക്കുന്നില്ല. കുറേ കഴിയുമ്പോൾ അപ്പടി കിട്ടും എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. നമ്മളെ അപ്പൻ മക്കളായിട്ട് നമ്മളെ കാണുന്നതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം അംഗീകരിക്കണമെന്നില്ല. കാരണം നമ്മുടെ ഇഷ്ടങ്ങൾ പലപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് എതിരാണ്. അതുകൊണ്ട് കർത്താവിന് ഡിനൈ യുവർ സെൽഫ് ആൻഡ് ടേക്ക് അപ്പ് യുവർ ക്രോസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടം വേണ്ടെന്ന് വെച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ ഇഷ്ടം ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതിയിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പാപം മുഴുവൻ ചെയ്ത് ആഴ്ച തിങ്കൾ മുതൽ അല്ല ഞായറാഴ്ച ഉച്ച കഴിയുമ്പോൾ മുതൽ അടുത്ത ഞായറാഴ്ച രാവിലെ വരെ ലോകത്തിൻ്റെ വഴി നടന്ന് ഒരു മാനസാന്തരമില്ല നടന്നു വെച്ച് ഇങ്ങോട്ട് വന്ന് ഒരു വർഷിപ്പ് കൂടി ഞാൻ എന്തോ നിറഞ്ഞു, എൻ്റെ പാവങ്ങളെല്ലാം കഴുകി കളഞ്ഞു, ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു ഉറപ്പോട് കൂടി പോവുകയാണെങ്കിൽ ഓർത്തോണം. അതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞില്ല. ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ക്യാൻസർ പേഷ്യൻറ്റ്, അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു കയ്യിലായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വലിയ മുഴയുണ്ട്. അപ്പോൾ ആദ്യം ഒരു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, നല്ലൊരു ഡോക്ടറാണ്, അദ്ദേഹം പറഞ്ഞു സർജറി ചെയ്യണം. സർജറി കുറച്ച് പെയിൻഫുള്ളാണ്, എക്സ്പെൻസീവാണ്, അതിനകത്ത് കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ട്. പക്ഷേ രോഗമൊന്നും മാറും, കംപ്ലീറ്റ്ലി നമുക്കത് റിമൂവ് ചെയ്യും. ഇത് കേട്ട് വളരെ വിഷമത്തോടെ വേറൊരു ഡോക്ടറെ കണ്ടു. അദ്ദേഹം ഡോക്ടർ തന്നെ, അല്ലെങ്കിൽ അദ്ദേഹം ഡോക്ടർ അല്ല, ഒരു വ്യാജ തന്നെയായി. അദ്ദേഹം പറയും ഇതിനെന്തിനാ സർജറി, ഞാൻ കുറച്ച് പെയിൻ കില്ലേഴ്സ് തരാം, കുറച്ച് ബാമും തരാം, ഈ പെയിൻ കില്ലറും കഴിക്കുക, ഈ ബാമും പരട്ടുക. അപ്പോൾ ഈ രോഗിക്ക് ഭയങ്കര സന്തോഷം തോന്നില്ലേ? എന്താ ഈ ഇത്രയും ചെറിയ കാര്യത്തിനല്ലേ ഈ ചെറിയ മരുന്നുകൊണ്ട് നിൽക്കേണ്ട കാര്യത്തിന് അങ്ങേര് പറയോ അതിൻ്റെ സർജറി ചെയ്യണം. ഈ മരുന്ന് മേടിച്ചുകൊണ്ട് പോയി മരുന്ന് തൂത്ത് പെയിൻ കില്ലറും കഴിച്ചുകൊണ്ടിരിക്കും. യഥാർത്ഥമായിട്ട് അകത്തെ പ്രശ്നം മാറിയത് അല്ല, അതിനുള്ള മരുന്നാണ്. ക്യാൻസർ മാറാനായിട്ടാണ് പെയിൻ കില്ലർ, ക്യാൻസറിൻ്റെ വേദന കുറയ്ക്കാൻ, ബാമ ഒരു സുഖം കിട്ടാനായിട്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം ആ രോഗം അവിടെ നിന്ന് മാറിയതാണല്ല, അത് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞതുപോലെയാണ് പല വർഷിപ്സും പല ചർച്ചസും. അവിടെ ചെല്ലുമ്പോൾ ഈ വർഷിപ്പിൻ്റെ ഇടയ്ക്കൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഓരോ വർഷിപ്പ് ലീഡേഴ്സ് നല്ല നല്ല വചനങ്ങൾ പറയും കേട്ടോ. നീ വിചാരപ്പെടണ്ട, നിൻ്റെ പാപം എത്ര കടുഞ്ചുപ്പാണ് ഞാൻ ഹിമം പോലെ വെളുപ്പിക്കുക. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കിന് അങ്ങ് കുളിരിൻ്റെ മേലങ്ങ് കുളിര് കോരുക. കാരണം നമുക്ക് തന്നെ ഉള്ളിലൊരു കുറ്റബോധമുണ്ട്, അല്ലെങ്കിൽ ഒരു പാപബോധം ഉണ്ട്, ചെയ്ത് തെറ്റാണ്. അന്നേരമാണ് നല്ല കർത്താവ് നിൻ്റെ അടുത്ത് വരുന്നു, നിന്നെ കഴുകുന്നു എന്ന് പറഞ്ഞാൽ വണ്ടി കൊണ്ട് സർവീസ് ചെയ്യുന്നു, വീണ്ടും നമ്മൾ ചെളിയിലോട്ട് ഇറങ്ങാൻ പോകും. ഒരു മാറ്റം, വീണ്ടും നമ്മൾ ചെളി കൂടെ തന്നെ ഓടിക്കും. കാരണം നമുക്ക് ആ ഓഫ് റോഡിങ്ങാണ് ഇഷ്ടം. അതിനകത്തൊരു ത്രില്ലുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സർവീസ് ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്ലീൻ ആക്കുന്നത് ഇനിയും ചെളി പറ്റാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ചെളി പറ്റുമോ? പറ്റും.
അന്നേരം അത്യാവശ്യ ഘട്ടങ്ങളിൽ കഴുകാനുള്ളതാണ് കർത്താവിൻ്റെ ആ പാപക്ഷമല്ലേ രക്തം. അല്ലാതെ ഒരു മാനസാന്തരമില്ലാതെ 5-6 പാട്ട് പാടിയതുകൊണ്ടോ കുറച്ച് കടന്നുകൊണ്ട് അലറി വിളിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ആ മ്യൂസിക്കിൻ്റെ ആ ബലത്തിൽ ഒരു വികാരത്തുള്ളലുണ്ടായതുകൊണ്ടോ യഥാർത്ഥമായിട്ടുള്ള ആരാധനയാകുന്നില്ല എന്ന് ദൈവവചനം സ്പഷ്ടമായിട്ട് പറയും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രസാദകരവുമായ ജീവനുള്ള ബലിയായി സമർപ്പിക്കുകയും ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ബാക്കിയെല്ലാം ഫേക്കാണ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോം ലൈഫ്സ്. എൻ്റെ ജീവിതത്തിൽ മാനസാന്തരവും അതനുസരിച്ചുള്ള ഫ്രൂട്ടും ഇല്ല എങ്കിൽ ഞാൻ എത്ര തലയെ കുത്തി കിടന്ന് ആരാധിച്ചാലും ദൈവത്തിൻ്റെ അത് പ്രസാദകരമാകത്തില്ല. ദൈവൻ്റെ പാപങ്ങൾ ക്ഷമിക്കും ഞാൻ മാനസാന്തരപ്പെടുമ്പോൾ. പക്ഷേ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തുടർന്നുള്ള ജീവിതത്തിൽ ഒരു മാറ്റമുണ്ട്. അല്ലാതെ ആരാധന വരുന്ന സമയത്ത് മാത്രം ഞാൻ കുറേ കിടന്ന് ബഹളം വെക്കുന്നു, ഞാൻ വിചാരിക്കുന്നു കർത്താവ് എന്നെ അപ്രൂവ് ചെയ്തു എന്ന്. പക്ഷേ മാറ്റം വരുത്താതെ ഞാൻ പുറത്തു പോകുന്നു. നോ, ഗോഡ് ഈസ് നോട്ട് പ്ലീസ്ഡ്. എന്നിട്ട് പറയാണ്, ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ബാക്കി അടുത്ത കുറിച്ച് കഥാവിരിക്കുക.